സാമ്പത്തികമായ കടം മാത്രമല്ല കടം, സാമ്പത്തികമായ കടം ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ കൊടുത്തേക്കാം. എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എന്റെ അസറ്റിൽ നിന്ന് എന്റെ അനന്തരാവകാശികൾ എന്റെ പിതാവിന്റെ 10 ലക്ഷം കൊടുത്താൽ ഞാൻ ഖബറിൽ രക്ഷപ്പെടും. വേറെ ഒരു കടമുണ്ട് പ്രിയപ്പെട്ടവരെ, അത് നാവിലൂടെ ഉണ്ടാക്കിയ കടമാണ്. ആ കടം കൊടുത്തു വീട്ടാൻ നമ്മുടെ മക്കൾക്ക് കഴിയില്ല, നമ്മുടെ കുടുംബത്തിന് കഴിയില്ല, നമ്മുടെ അനന്തരാവകാശികൾക്ക് കഴിയില്ല. ആ കടം അവിടെ ബാക്കിയാണ്. ഏതുവരെ? ആരുടെ പച്ചയായ മാംസമാണോ നമ്മൾ തിന്നത്, അവർ നാളെ മഹ്ശറയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതെ എന്നിട്ട് അവിടെ വെച്ച് മാപ്പ് കെട്ടിയാലല്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അമലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാവിനെ അഴിച്ചുവിടുന്നവരെ ശ്രദ്ധിച്ചോളൂ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, സ്വതക്കയുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. നാവിനെ സൂക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ